Hello everyone, welcome to today's video. Today we'll be discussing the next stability analysis, that is friction circle method. In the previous class we had discussed about the Swedish circle method where we considered a slope, and after that we divided it into slices and conducted the analysis. Okay, today we'll be conducting a similar type of analysis on a similar slope, but we won't be cutting it into slices. ഓവറോൾ നമ്മൾ മൊത്തത്തിൽ ആ ഒരു ഫെയിലർ സർഫസിൻ്റെ അല്ലെ ഫെയിലർ പ്ലെയിനിൻ്റെ മൊത്തത്തിലുള്ള വെയ്റ്റും അതുപോലെ തന്നെ കൊഹഷനും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ഫ്രിക്ഷൻ സർക്കിൾ വരച്ച് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. വേർ ആസ് ഇൻ സ്വീഡിഷ് സർക്കിൾ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഫെയിലർ പ്ലെയിനിനെ നമ്മൾ സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വി കൺസിഡർ എ സിംഗിൾ സ്ലൈസ് ആൻഡ് എവരി സിംഗിൾ സ്ലൈസ് കൺസിഡർ ചെയ്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഫൈനലി നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയിലോട്ട് എത്തുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു രീതിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് സം ടൈം കളയാതെ തന്നെ വി മൂവ് ഓൺ ടു ദ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്. ഓക്കെ, സോ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് സെയിം, നമ്മുടെ സ്റ്റാർട്ടിങ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മളൊരു ഫെയിലർ സ്ലിപ്പ് സർഫേസ് കൺസിഡർ ചെയ്യും വിച്ച് ഇസ് സർക്കുലർ ഇൻ ഷേപ്പ്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് വരയ്ക്കാം. നിങ്ങൾ ഒരുപാട് ടൈം വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഫൈനൈറ്റ് സ്ലോപ്പ്. ഇതിന് ഇവിടെ ഒരു ഫെയിലർ സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ദ സെൻറ്റർ വുഡ് ബി, here will be the center and this will be small r radius of the circular slip surface. Okay, and let this be AB or AEB. Okay, AEB, and this point may be D. Okay, so this would be the failure surface in a slope. സോ ഇത്രയും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വരച്ചതിന് ശേഷം നമ്മൾ പറയുകയാണ്, നമ്മളപ്പോൾ ആദ്യം ചെയ്യുന്നത് ഡ്രൈ സോയിലിന് വേണ്ടിയാണ്. അപ്പോൾ ഡ്രൈ സോയിലാകുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്ത് വെള്ളമില്ല, അതായത് സ്ലോപ്പിനകത്ത് സോയിലിനകത്ത് പോർസിൽ വെള്ളമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഫസ്റ്റ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഹോമോജീനിയസ് സോയിൽസിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസിന്, അതായത് ഈ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സിനൊന്നും ഇത് അത്ര ആപ്ലിക്കബിൾ അല്ല. This would be more useful for slopes with homogeneous soils. Okay, so നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ പ്രൊസീജിയർ വളരെ വളരെ ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, കേട്ടാൽ മതി അല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഈ വെയിറ്റ് ഓഫ് ദ സോയിൽ ആക്ടിങ് ഡൗൺവേർഡ്സ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് കൊഹഷനാണ്. കാരണം ഇത് താഴോട്ട് വരുന്ന സമയത്ത് ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു കൊഹഷൻ ഉണ്ട് വിച്ച് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദ സോയിൽ സർഫസ് സ്ലിപ്പ് സർഫസിന് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് CM എന്ന് പറയുന്ന കൊഹഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ CM എന്ന് പറയുന്നത് കൊഹഷൻ ഫോഴ്സും സ്മോൾ CM എന്ന് പറയുന്നത് മൊബിലൈസ്ഡ് കൊഹഷനുമാണ്. ഓക്കെ, ഒന്ന് ക്യാപിറ്റൽ CM എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, ഇപ്പോൾ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും മറ്റൊരു സാധനം എന്ന് പറയുന്നത് റിയാക്ഷനാണ്. അതായത് ഇവിടുന്ന് എന്തായാലും ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു റിയാക്ഷൻ മുകളിലോട്ട് കാണും ആ സർഫസിൽ. നമ്മളത് മെക്കാനിക്സിലൊക്കെ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു റിയാക്ഷൻ മുകളിലോട്ടൊക്കെ ഒരുപാട് ഫോഴ്സസ് ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിൽ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ വരയ്ക്കാൻ പറ്റും, വിച്ച് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് അപ്വേർഡ്സ് ആൻഡ് വിച്ച് പാസസ് ത്രൂ എ പോയിന്റ്. ഓക്കെ, ആ പോയിന്റ് എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഈ റിയാക്ഷൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് R sin phi മാറിയായിരിക്കും. കഴിഞ്ഞ ക്ലാസ് ചെയ്ത് പറഞ്ഞാണ് ഈ R എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കൺസിഡർ ചെയ്ത് സർക്കുലർ സ്ലിപ്പ് സർഫസിൻ്റെ സെൻറ്ററിൽ നിന്ന് R sin phi മാറിയായിരിക്കും. ഫൈ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഫൈ എം എന്ന് പറയുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ്, മൊബിലൈസ്ഡ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ് ഫൈ എം എന്ന് പറയുന്നത്. ആ ഫൈ എമ്മിൻ്റെ സൈൻ ഫൈ. ഓക്കെ, അതിൻ്റെ സൈൻ, അതായത് നമ്മൾ അതിൻ്റെ സൈൻ ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് R sin phi എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് മാറിയായിരിക്കും
നമ്മുടെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് വരച്ചാലും അതും ആർ സൈൻ ഫൈ മാറിയായിരിക്കും പോകുന്നത്. ഇനി എവിടെ വരച്ചാലും ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും ഈ സെൻട്രൽ പോയിന്റിൻ്റെ ഈ ഒറിജിൻ പോയിന്റിൻ്റെ ആർ സൈൻ ഫൈ ഡിസ്റ്റൻസ് മാറിയായിരിക്കും ആ ഒരു റിയാക്ഷൻ ഫോഴ്സ് പോകുന്നത്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ വേറൊരു ഫോഴ്സ് ഉണ്ട്. അതായത് അത് നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസിന്, നമ്മുടെ ഈ ഫെയിലർ സർഫസിന് പക്ക നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ആ നോർമൽ ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, ഇതിൻ്റെ സെൻട്രിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ. ഈ നോർമൽ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, ഫൈ എം. ഓക്കെ. നോർമൽ ഫോഴ്സ് സെൻട്രിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഈ റിയാക്ഷൻ ഫോഴ്സ് ഫൈ എം ആംഗിൾ മാറിയാണ് പോകുന്നത്. ഓക്കെ, അത് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ നോർമൽ ഫോഴ്സിൻ്റെയും റിയാക്ഷൻ ഫോഴ്സിൻ്റെയും ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈ എം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിനെ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതിനെ സർക്കിൾ വരയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഈ സർക്കിളാണ് ഫ്രിക്ഷൻ സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ സൈൻ ഫൈ ആയിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് ആർ സൈൻ ഫൈ ആയിരിക്കും. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്താണ്, ഒരു വട്ടം കൂടെ അത് വരയ്ക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സർഫസ് ഉണ്ട്. നമ്മൾ അവിടുന്ന് ഒരു സർക്കുലർ ആർക്ക്, ഫെയിലർ ആർക്ക് കൺസിഡർ ചെയ്തു. അവിടുന്ന് നമ്മളൊരു അതിൻ്റെ ഒ എന്ന് പറയുന്ന ഒറിജിൻ എ, സി, എ, ബി, ഡി. ഓക്കെ, ഇത്രയും വരച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഫ്രിക്ഷൻ സർക്കിൾ വരച്ചു, ഹൂസ് റേഡിയസ് ഈസ് ആർ സൈൻ ഫൈ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു കോഷൻ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ കിട്ടും. ഈ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് 5 ഡിഗ്രി മാറിയാണ്. ഈ റിയാക്ഷൻ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് അത് നമ്മൾ ത്രൂ ഔട്ട് വരയ്ക്കുവാണെങ്കിൽ ഇറ്റ് പാസസ് ടാൻജൻഷ്യൽ ടു ദിസ് സർക്കിൾ, ബിക്കോസ് ഈ സെൻറ്ററും ഈ റിയാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ ഫൈ ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പക്ഷെ നമ്മൾ ആദ്യം ഈ സർക്കിൾ വരച്ചിട്ട് വേണം ഇത് പറയാൻ. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പം ഈ സർക്കിൾ ഫ്രിക്ഷൻ സർക്കിളാണ്. ഫ്രിക്ഷൻ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ ഫൈ ആണ്. ആർ സൈൻ ഫൈന് ടാൻജൻഷ്യലായിട്ടാണ് റിയാക്ഷൻ പോകുന്നത്. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ആറ് പോകുന്നത് ആർ സൈൻ ഫൈ, സെൻറ്ററിൽ നിന്ന് ആർ സൈൻ ഫൈ മാറിയാണ്. അപ്പം ഇവിടെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് പോകുന്നത്. ഓക്കെ 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 ഇനി നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷൻ വരച്ചോ, ഇവിടെ ഒരു പോയിന്റ് അനുസരിച്ചിട്ട് ഇത് പോകുന്നതും ഇതിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും. ഇനിയും ഇവിടെ വരച്ചോ, ഇവിടെയും റിയാക്ഷൻ വരച്ചാൽ ഇതും ടാൻജൻഷ്യലായിട്ടായിരിക്കും പോകുന്നത്. എവിടെ വരച്ചാലും ഈ റിയാക്ഷൻ ഫോഴ്സ് വിൽ ബി ടാൻജൻഷ്യൽ ടു ദിസ് ഫ്രിക്ഷൻ സർക്കിൾ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോലെ മൊമെൻ്റ് എടുത്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോസീവ് ഫോഴ്സ് ഉണ്ടെന്ന്. കോസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി എം ആണ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ കോഹഷൻ ഇൻറ്റു ആ ലെങ്ത് ഓഫ് ദ ആർക്ക് ആയിരിക്കും. അപ്പോൾ സ്മോൾ സി എം ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർക്കാണ് എൽ സി. ഓക്കെ, അപ്പം ക്യാപിറ്റൽ സി എം ഇസ് ഈക്വൽ ടു സ്മോൾ സി എം ഇൻറ്റു എൽ സി. എൽ സി എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ആർക്കിൻ്റെ മൊത്തം ലെങ്താണ് എൽ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ സി എം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഫോഴ്സ് എന്താണ് ഇവിടെ ഉള്ളത്, ഇവിടെ മറ്റൊരു ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സർക്കുലർ ആർക്കിനെ നമുക്കൊരു കോഡായിട്ട് സിമിലറായിട്ട് നമുക്ക് കോഡ് ഓഫ് ഈക്വൽ ലെങ്ത് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, കോഡ് ഓഫ് ഈക്വൽ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോഡെന്ന് പറയുന്നത് ഈ ഒരു കോഡാണ്. ഓക്കെ, ഇവിടുന്ന് ഒരു കോഡ് വരച്ച് കഴിഞ്ഞാൽ ഈ കോഡിൻ്റെയും ഈ സർക്കുലർ ആർക്ക് എൽ സിയുടെയും ലെങ്ത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഫോഴ്സിനെ നമ്മുടെ പുതിയ ഫോഴ്സും കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ഈക്വലൻ ഫോഴ്സിനെ നമ്മൾ സി എന്ന് വിളിക്കാൻ പോവുകയാണ്. സി, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്യാപിറ്റൽ സി എം ആയിരുന്നു. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ സി എന്ന് പറയുന്ന ഒരു ഫോഴ്സും കൊണ്ട് നമ്മുടെ സി എമ്മിനെ റീപ്ലേസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം ഈ സ്മോൾ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ സി എം തന്നെ ആയിരിക്കും. ഈ ലെങ്ത് ഓഫ് ദ ആർക്ക് എന്താവും, ലെങ്ത് ഓഫ് ദ കോഡാവും. ഓക്കെ,
ലെങ്ത് ഓഫ് ദ ആർക്ക് ലെങ്ത് ഓഫ് ദ കോഡ് ആവും. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ എൽ സി ആണ് വരുന്നതെന്നോ, ഇവിടെ എൽ എ ആണ് വരുന്നത്. അതായത് ലെങ്ത് ഓഫ് ദ ആർക്കാണ് വരുന്നത് ആദ്യം, രണ്ടാമത് ലെങ്ത് ഓഫ് ദ കോഡാണ് വരുന്നത്. അതായത് കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ എൽ സിയും വരും, ആർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എൽ എയും വരും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഓ പോയിൻ്റ്, ഈ ഓ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. ഈ രണ്ട് ഫോഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരും എൽ സി ഇൻറ്റു സി എം ഇൻറ്റു എൽ സി ഇൻറ്റു സി എം ആണ് എന്ത്, ഈ ക്യാപിറ്റൽ സി എം എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ ഡിസ്റ്റൻസ് എ ആയിട്ട് എടുക്കുക. ഓക്കെ, എ ആയിട്ട് എടുക്കുക. എ ഇസ് ഈക്വൽ, അപ്പോൾ മൊമെൻ്റ് ആയി, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്താ നമുക്ക് ബാക്കിയുള്ള ഈ ആർക്കിൻ്റെ ഫോഴ്സ് ഉണ്ട്. അതായത് സി എം ഇൻറ്റു എൽ എ ഇൻറ്റു സ്മോൾ ആർ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, സി യു ഉണ്ട്, സി എം ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് നമ്മൾ ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത ഫോഴ്സാണ്, ഈക്വലൻ്റ് ഫോഴ്സാണ്, വിച്ച് ഹാസ് എ സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഫോഴ്സാണ്. അപ്പം ക്യാപിറ്റൽ സി ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര, എ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എ ആയിട്ട് എടുക്കുന്നത്. എ ഇസ് ഈക്വൽ ടു മൊമെൻ്റ് ആണ്, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു സി എം ഇൻറ്റു എന്താണ്, സാധാരണ സർക്കുലർ ആർക്കിൻ്റെ റേഡിയസ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോർമൽ ഫോഴ്സ് തന്നെയാണ്, സി എം ഇൻറ്റു ആർ. ഇതാണ് നമ്മുടെ ഇക്വലൻ്റ് ഫോഴ്സ്. അപ്പോൾ ഈ ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ സി എം ഇൻറ്റു എൽ എ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എൽ എ ഇൻറ്റു എ ഈക്വൽ ടു ക്യാപിറ്റൽ സി എം എന്ന് പറഞ്ഞാൽ എന്തോ, സ്മോൾ സി എം ഇൻറ്റു എൽ സി ഇൻറ്റു സ്മോൾ ആർ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മൊമെൻ്റ് ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ എ ബൈ എൽ സി. എ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ എ ബൈ എൽ സി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ എയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, വലുതായിരിക്കും അല്ലേ. ഈ റേഡിയസിനെക്കാട്ടി വലിയൊരു വാല്യൂ എക്ക് വരത്തുള്ളൂ. അത് എങ്ങനെ മനസ്സിലാവും, ഈ എൽ എ എന്ന് പറയുന്നത് എൽ സിയെക്കാട്ടി വലുതല്ലേ. റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്, ഇപ്പോൾ 5 മീറ്റർ ആണെങ്കിൽ 5 മീറ്റർ ആണ്, അത് മാറത്തില്ല. ഈ എൽ എ എന്ന് പറയുന്നത് എന്താണ്, എൽ സി എന്ന് പറയുന്നത് എന്താണ്. നമ്മൾ ഈ സ്ലോപ്പ് കൺസിഡർ ചെയ്ത സമയത്ത് ഇവിടെ കാണുന്ന ഈ സർക്കുലർ സർഫസിൻ്റെ നീളമാണ് എന്ത്, എൽ എ. ഇവിടെ കാണുന്ന കോഡിൻ്റെ നീളമാണ് എൽ സി. അപ്പോൾ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആർക്കിൻ്റെ ലെങ്തിനെക്കാട്ടി കുറവായിരിക്കും. സോ എൽ എ വിൽ ബി ഗ്രേറ്റർ ദാൻ എൽ സി. ഇഫ് എൽ എ ഈസ് ഗ്രേറ്റർ ദാൻ എൽ സി, വിച്ച് മീൻസ് ദാറ്റ് ദ ന്യൂമറേറ്റർ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ദ റേഷ്യോ വിൽ ബി ഗ്രേറ്റർ ദാൻ 1, വിച്ച് മീൻസ് ദാറ്റ് എ എന്ന് പറയുന്നത് ആറിനെക്കാട്ടി വലുതായിരിക്കും. ഇപ്പോൾ 6 5 ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യൂ 1നെക്കാട്ടി മുകളിലാണെങ്കിൽ എ എന്ന് പറയുന്നത് 6 7 8 എത്ര വേണമെങ്കിലും വരാം. സോ എ എന്ന് പറയുന്നത് 6നെക്കാട്ടി ഗ്രേറ്റർ ആയിരിക്കും. അത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആയി. ഓക്കെ, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്മോൾ സി എം കമ്പ്യൂട്ട് ചെയ്യണം. സ്മോൾ സി എം എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ സി എം ഇൻറ്റു എൽ എ എന്ന് പറയുന്നതാണ് എന്തോ ക്യാപിറ്റൽ സി എം. ക്യാപിറ്റൽ സി എം എന്ന് പറയുന്നത് സ്മോൾ സി എം ഇൻറ്റു എൽ എ. അപ്പോൾ സ്മോൾ സി എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി എം ബൈ എൽ എ. അപ്പോൾ ഈ ക്യാപിറ്റൽ സി എം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ സി എം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് എവിടെ എത്തണം, നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയിൽ എത്തണം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ക്യാപിറ്റൽ സി എം. നമുക്ക് ആറുണ്ട്, ഡബ്ല്യു ഉണ്ട്. ആറും ഡബ്ല്യു ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ സി എം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ ഏതൊരു സർക്കുലർ പ്ലെയിനിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ എന്തുണ്ട്, റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സി എം ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു വെലോസിറ്റി ഒരു ഫോഴ്സ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറും ഡബ്ല്യു ഓൾറെഡി നോൺ ആയതുകൊണ്ട് സി എം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ സി എം കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ സി എം ലെങ്ത് ഓഫ് ദ ആർക്ക് എടുക്കാൻ പറ്റും, അറിയാം. സോ ഇത് രണ്ടും നോൺ ആണെങ്കിൽ സ്മോൾ സി എം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കിപ്പം എന്ത് കിട്ടി, സി എം കിട്ടി. സി എം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി ഉണ്ടെങ്കിൽ എഫ് സി കണ്ടുപിടിക്കാം അല്ലേ. സോ നമുക്ക് എഫ് സി കണ്ടുപിടിക്കാൻ പറ്റും. ദ വാല്യൂ ഓഫ് എഫ് സി ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദി ഇക്വേഷൻ എഫ് സി ഈക്വൽ ടു എന്താണ്, സി എം ബൈ സി. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എഫ് ഐ എന്ന് പറഞ്ഞൊരു വാല്യൂ
അസ്യൂം ചെയ്യുന്നുണ്ട്, എഫ് ഐ അസ്യൂം ചെയ്യുന്നുണ്ട്, F5. ഓക്കെ, ആ അസ്യൂം ചെയ്യുന്ന എഫ് ഐക്ക് നമ്മൾക്ക് ഇപ്പം കിട്ടിയ FC, ഇപ്പം നമ്മൾ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ആദ്യം CM കണ്ടുപിടിച്ചില്ലേ, CM കണ്ടുപിടിച്ചിട്ട് C വെച്ചിട്ട് നമ്മൾ FC കണ്ടുപിടിക്കും. ഈ FCയും ഈ FIയും സെയിം ആണോ എന്ന് നോക്കും. സെയിം അല്ലെങ്കിൽ നമ്മളിത് വീണ്ടും വേറൊരു ട്രയൽ സർഫസ് എടുത്തിട്ട് വീണ്ടും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്നവരെ നമ്മൾ ഈ സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത് നമ്മൾ മോസ്റ്റ് ക്രിട്ടിക്കൽ സർക്കിളിലാണെന്നല്ലോ നമുക്ക് മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. അതിൽ താഴെ പോയാൽ സിസ്റ്റം ഫെയിൽ ആവും, അല്ലെങ്കിൽ സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഓക്കെ, യൂഷ്വലി നമ്മൾ ഈ അനാലിസിസ് 3 to 4 ടൈംസ് ആണ് ചെയ്യുന്നത് ഒരു നല്ല കർവ് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ എഫ് ഐ എന്ന് പറഞ്ഞ വാല്യൂ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തിട്ട് നമ്മൾ FC കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് തമ്മിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. F5 ഓൺ X ആക്സിസ് ആൻഡ് FC ഓൺ Y ആക്സിസ്. അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കർവ് ഇട്ട് അസിംപ്റ്റോട്ടിക് ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മൾ ഒരു 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിൽ നമുക്ക് FS കിട്ടും, അതായത് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. ഓക്കെ, ആ ഒരു ലൈനിൽ FS ഇസ് ഈക്വൽ ടു FI ഈക്വൽ ടു FC ആയിരിക്കും. ഈ ഒരു ലൈനിൽ 45 ഡിഗ്രിയിൽ നമുക്ക് കിട്ടുന്ന ആർക്കെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. FIയും FCയും പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതായിരിക്കും. പക്ഷേ നമ്മൾ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് അവിടെ കിട്ടുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി രണ്ടും സെയിം ആയിരിക്കും. അത് FIക്കും FSനും സെയിം ആയിരിക്കും, FCക്കും സെയിം ആയിരിക്കും. അത് തന്നെ ആയിരിക്കും FSും. ഇനി നമ്മളൊരു 5 ഈക്വൽ ടു 0 പ്യുവർലി കോഹസീവ് സോയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രിക്ഷൻ സർക്കിൾ വരയ്ക്കാൻ കാണത്തില്ല. ഇവിടെ ഒരു പോയിന്റ് ആയിരിക്കും, ഫ്രിക്ഷൻ സർക്കിൾ പോയിന്റ് ആയിരിക്കും. കാരണം ഇങ്ങനൊരു വരയ്ക്കാൻ ഈ R sin phi എന്ന് പറയുന്ന ഫൈ കാണത്തില്ല. കാരണം എന്താ, ഫൈ 0 പ്യുവർലി കോഹസീവ് സോയിലിന് ഫൈ 0 ആണ്. ഫൈ 0 വന്നു കഴിഞ്ഞാൽ സൈൻ ഫൈ 0 ആവും. സൈൻ ഫൈ 0 ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഡിയസും കാണത്തില്ല, ഇല്ലേ? So we won't get a friction circle here. We will get only a point. ഓക്കെ, അതാണ് ഫൈ ഈക്വൽ ടു 0 പ്യുവർലി കോഹസീവ് സോയിൽ വരുന്ന കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ ഡ്രൈ സോയിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇഫ് വി കൺസിഡർ എ സബ്മേർജ്ഡ് സ്ലോപ്പ്, അതായത് വെള്ളമുള്ള അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വെയിറ്റ് എടുക്കുന്ന സമയത്ത് വെയിറ്റിനകത്ത് പോർസിലുള്ള വെള്ളത്തിൻ്റെ എഫക്റ്റും കൂടെ എടുക്കണം. അപ്പം നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ വെഡ്ജ് എന്ന് പറയുന്നതിനെ കൂടെ നമ്മൾ അതിനകത്ത് വെള്ളത്തിൻ്റെ കൂടെ വോളിയം വരുന്നതുകൊണ്ട് അതുകൂടെ കൺസിഡർ ചെയ്യണം. വെയിറ്റ് കൂടും. സോ പിന്നെ അത് മാത്രമല്ല, വാട്ടർ പ്രഷർ വരും, സ്ലോപ്പിൽ വാട്ടർ പ്രഷർ വരും. സബ്മർജൻസ് കാരണം വെള്ളം സ്ലോപ്പിലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ വാട്ടർ പ്രഷർ വരും. അപ്പം അങ്ങനെയുള്ള പിന്നെ പോർ വാട്ടർ പ്രഷർ വരും. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ടോട്ടൽ വെയിറ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. അതുമാത്രമേ ഉള്ളൂ സബ്മർജ് സ്ലോപ്പിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് ഡ്രൈ സോയിലിൻ്റെ കണ്ടീഷനാണ് യൂഷ്വലി നമ്മൾ ചോദിച്ച് കാണാറ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊരു മൊത്തം ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഫെയിലർ സ്ലിപ്പ് സർഫസ് കൺസിഡർ ചെയ്യും. ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കുലർ ആർക്ക്. ദെൻ ദ പ്രൊസീജിയർ ഈസ് ഡിറ്റർമൈൻ C, phi, ഗാമ ആൻഡ് സ്ലോപ്പ് ആംഗിൾ I. ദെൻ അസ്യൂം സെവറൽ വാല്യൂസ് ഓഫ് ഫൈ എം. അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്ന ഫൈ എം ആണ്. ഡിറ്റർമൈൻ FI ഫോർ ഈച്ച് ഫൈ എം അസ്യൂംഡ്. ഓക്കെ, അപ്പോൾ FI നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, SN കണ്ടുപിടിക്കാം. SN നിന്ന് നമുക്ക് വേണമെങ്കിൽ CM കണ്ടുപിടിക്കാം. ഓക്കെ, CM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് CMന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FC കണ്ടുപിടിക്കാം. ഇത് മറ്റൊരു മെത്തേഡാണ്. നമുക്ക് മറ്റേത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് അങ്ങനെയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റെബിലിറ്റി ചാർട്ട് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊസീജിയർ പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ചാലും മതി. എന്നിട്ട് നമ്മൾ അവസാനം FC FI ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രിക്ഷൻ സർക്കിളിൽ. വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അല്ലാതെ മറ്റേ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ചാർട്ട് യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം.
സ്റ്റെബിലിറ്റി ചാർട്ട് കൊണ്ടുവന്നത് തന്നെ ഈ ഫ്രിക്ഷൻ സർക്കിളിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഈ സ്റ്റെബിലിറ്റി ചാർട്ട് വന്നത്. ടൈലർ SN കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ചാർട്ടാണ് ഈ സ്റ്റെബിലിറ്റി ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ നിന്നാണ് അത് രൂപപ്പെട്ട് വന്നത്. ഓക്കെ, അന്ന് ഞാൻ സ്റ്റെബിലിറ്റി ചാർട്ട് പഠിപ്പിച്ച സമയത്ത് അത് പറഞ്ഞായിരുന്നു, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ നിന്നാണ് ഇത് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇതോടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് ചെയ്യിക്കും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് തിയറി വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാത്തത്. പക്ഷേ തിയറി പറയുന്നുണ്ട് ഈ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്, സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് എന്തായാലും അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പ്രോബ്ലം ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽസ് ഒക്കെ അല്ലേ പഠിച്ചത്. അതൊക്കെ അതിനകത്തൊന്നും പ്രോബ്ലംസ് വരും. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ആയിരിക്കും പഠിക്കുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.